പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പാവയ്ക്ക ഫ്രൈഡ് റെസിപ്പിയാണ്. നമ്മൾ തൃശ്ശൂർ സൈഡിലൊക്കെ ഇതിനെ കൈപ്പക്കായ എന്ന് പറയാം. അപ്പം പൊതുവേ ഈ ഒരു കൈപ്പക്കായ കഴിക്കാനായിട്ട് എല്ലാവർക്കും മടിയാണ്, കാരണം അതിൻ്റെ ഒരു കനപ്പ് ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കോളൂ, എല്ലാവർക്കും ഇഷ്ടമാവും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് പച്ച കളറുള്ള പാവയ്ക്കാണ്. കുറച്ച് കനപ്പ് ടേസ്റ്റ് കൂടുതലാണ്. വെള്ള കളറുള്ള പാവയ്ക്കാണെങ്കിൽ അത്രയും കനപ്പ് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇപ്പം ഓൾറെഡി കഴുകി വെച്ച പാവയ്ക്കാണിത്. ഇതുപോലെ സെൻറ്ററിൽ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളയണം. അതിന് ശേഷം നമുക്ക് കനം കുറച്ചിട്ട് വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കണം. ഇതുപോലെ നമ്മൾ കനം കുറച്ചിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ച പാവയ്ക്ക് നല്ലൊരു കനപ്പ് ടേസ്റ്റാണ്. അപ്പോൾ അത് കുറയാനായിട്ട് നമ്മൾ ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് കൈകൊണ്ട് മിക്സ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഒരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് ഇത് പിഴിഞ്ഞ് കളയണം. അതിൻ്റെ ജ്യൂസൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളയാം. അപ്പോൾ അങ്ങനെയാവുമ്പോൾ നമുക്ക് ഒരു 1/4 ഭാഗത്തോളം ആ ഒരു പാവയ്ക്കയുടെ കനപ്പ് ടേസ്റ്റ് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ എല്ലാ പാവയ്ക്കും നമ്മൾ ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന ഈ ഒരു ജ്യൂസ് ഉണ്ടല്ലോ, ഇത് നമുക്ക് കളയാം, ഇതിൻ്റെ ആവശ്യമില്ല. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ പാവയ്ക്കിലോട്ട് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം. അപ്പം ആദ്യം ഇതിലോട്ട് 1/2 ടീസ്പൂണ് സാദാ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് ഗരം മസാല, ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണ് ലെമൺ ജ്യൂസ്, ഒരു ലെമണിൻ്റെ പകുതി കേട്ടോ. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പ് നമ്മളിപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ലാസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മളൊരു അരമണിക്കൂർ ഉപ്പിൽ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിരുന്നല്ലോ. അപ്പോൾ അന്നേരം പാവയ്ക്കയിലോട്ടൊക്കെ ഉപ്പ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇല്ലെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ഈ പാവയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം പാവയ്ക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമുക്ക് വെളിച്ചെണ്ണയിൽ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഓയിലൊക്കെ നന്നായി ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമുക്ക് പാവയ്ക്ക ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പാവയ്ക്ക ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് തന്നെ ചെയ്തോളൂ. ലോ ഫ്ലെയിമിൽ മാറ്റിയിട്ടുണ്ടെങ്കിൽ പാവയ്ക്കിലോട്ട് ഒരുപാട് എണ്ണ വലിക്കും, അതുപോലെ തന്നെ നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അപ്പം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് തന്നെ പാവയ്ക്ക ഫ്രൈ ചെയ്തെടുത്തോളൂ. ഒരു സൈഡൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ മറ്റേ സൈഡും കൂടി തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് പാവയ്ക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ആദ്യം ഇട്ടത് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പാവയ്ക്കും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. എല്ലാ പാവയ്ക്കും നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സെയിം ഓയിലിൽ തന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സവോള നീളത്തിൽ കനം കുറച്ച് എരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് ഇതൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഇതും കൂടി നമ്മൾ ആ പാവയ്ക്ക ഫ്രൈയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് നോൺ വെജിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു പുളിശ്ശേരിയും കൂടി ഉണ്ടെങ്കിൽ ചോറുണ്ണാനായിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കണം. അതിനുശേഷം ഒരു മിക്സിംഗ് ബൗൾ എടുക്കുക. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പാവയ്ക്ക ഫ്രൈ ഒക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പോലെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.